ഹലോ കൂട്ടുകാരെ, മലയാളി മോമിലേക്ക് നിങ്ങൾക്ക് വീണ്ടും സ്വാഗതം. കുറേ ദിവസമായി ഞാൻ വീഡിയോസ് പോസ്റ്റ് ചെയ്തിട്ട് എനിക്കറിയാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എൻ്റെ ഒരു ആഴ്ചത്തെ വിശേഷങ്ങളാണെന്ന് ഷെയർ ചെയ്യുന്നത് കാരണം ഈ ഒരു ആഴ്ച നിങ്ങളായിട്ട് ഷെയർ ചെയ്താൽ മാത്രമേ അത്രയും ഓരോ ദിവസം ബിസി ആയിട്ട് കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് എങ്ങനെയാണ് വീഡിയോ പിടിക്കാമെന്ന് എനിക്ക് ഒരു ഐഡിയയും കിട്ടുന്നില്ല തിരക്കുള്ള സമയത്ത്. അപ്പോൾ ഞാൻ കുറച്ച് കാര്യങ്ങൾ, പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രം ഒരു ദിവസത്തെ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാം. അപ്പോൾ ആദ്യത്തെ ദിവസം ആഴ്ചയിൽ എനിക്ക് കുറച്ച് ഐറ്റംസ് റിവ്യൂവിനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെയൊക്കെ വീഡിയോസ് ഷൂട്ടിംഗ് ആയിരുന്നു എൻ്റെ മെയിൻ ജോലി. അപ്പോൾ ഒരെണ്ണം കിട്ടിയത് ഒരു ആരോമ ഡിഫ്യൂസറാണ്. അതായത് നല്ല സ്മെല്ലൊക്കെ റൂമിൽ വരാനായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നൊരു മെഷീൻ. ആ വെള്ളത്തിൽ ഇങ്ങനെ ഒരു എസെൻഷ്യൽ ഓയിലൊക്കെ ഒഴിച്ചിട്ട് ഉപയോഗിക്കുന്ന മെഷീൻ. അപ്പോൾ ഇതിൻ്റെ റിവ്യൂ വീഡിയോ ആയിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട്. അത് വഴിയേ വരുന്നതായിരിക്കും. അപ്പോൾ അതിൻ്റെ ഷൂട്ടിങ് കാര്യങ്ങൾ, അതെങ്ങനെ ഉപയോഗിക്കുക എന്നിങ്ങനെയൊക്കെ ഞാനൊന്ന് ചെക്ക് ചെയ്തു. അപ്പോൾ ഇങ്ങനെ നമുക്ക് പ്രൊഡക്ട്സ് നമ്മൾ ഇങ്ങനെ വരും നമുക്ക്. അപ്പോൾ നമുക്ക് റിവ്യൂ ചെയ്യണമെങ്കിൽ താല്പര്യം ഉണ്ടെങ്കിൽ, നല്ലതാണെങ്കിൽ റിവ്യൂവിന് നമുക്ക് എടുക്കാം. അപ്പോൾ അങ്ങനെ എടുത്ത ഒരു ഐറ്റമാണത്. പിന്നെ ഒരു ഐറ്റം എനിക്ക് വന്നത് ഒരു ഇലക്ട്രിക്കൽ പ്രഷർ കുക്കറാണ് വന്നത്. അതും ഈ പറഞ്ഞ പോലെ തന്നെ റിവ്യൂവിനായിട്ട് എനിക്ക് അയച്ച് കിട്ടിയതാണ്, ഞാൻ വാങ്ങിയതല്ല. അപ്പോൾ ഇതും ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നതും ആദ്യമായാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതും ഞാൻ പരീക്ഷിച്ച് നോക്കി. അതിൽ ഞാനൊരു മീൻ കറിയും അതുപോലെ തന്നെ ഒരു വെജിറ്റബിൾ ഫ്രൈഡ് റൈസും ഞാൻ ഉണ്ടാക്കി നോക്കി. കാരണം അതെങ്ങനെയാണ് നിങ്ങളോട് കറക്റ്റ് റിവ്യൂ പറയേണ്ടത്. അപ്പോൾ ഞാൻ റിവ്യൂവിന് എടുക്കുന്ന ഐറ്റംസ് എല്ലാം തന്നെ ഞാൻ നന്നായി നോക്കി ചെക്ക് ചെയ്ത് നിങ്ങൾക്കത് യൂസ്ഫുൾ ആവുമെങ്കിൽ മാത്രമേ ഞാൻ നിങ്ങളായിട്ട് വീഡിയോ ഷെയർ ചെയ്യുള്ളൂ. അപ്പോൾ കുറച്ച് പണിയുണ്ട് ഇത് ഫുള്ളും ചെക്ക് ചെയ്ത് നോക്കി നമ്മൾ വീഡിയോ എടുക്കണമെങ്കിൽ. അപ്പോൾ അന്നത്തെ ദിവസം മുഴുവനും ഈ കാര്യങ്ങളായിട്ടാണ് കടന്നു പോയത്. അപ്പോൾ അടുത്ത ദിവസവും പതിവ് പോലെ ക്ലീനിങ്ങും കുക്കിങ്ങും ഒക്കെ ആയിട്ടാണ് കടന്നു പോയത്. എന്നാലും ഒരു കാര്യം ഞാൻ പ്രത്യേകമായിട്ട് ആ ദിവസം സെലക്ട് ചെയ്തത് എൻ്റെ സ്കിൻ കെയറിന് വേണ്ടിയിട്ടാണ്. കാരണം എനിക്ക് സ്കിൻ കെയർ, സ്വന്തം ഹെൽത്ത് കെയറിങ്, ഇതൊക്കെ ഭയങ്കര മടിയും ഇത്തിരി കെയർലെസ് ആണ്. വീട് കെയർ ചെയ്യാനും കുട്ടികളുടെ കാര്യം നോക്കാൻ, ക്രാഫ്റ്റ് ചെയ്യാൻ, ഇതൊക്കെയാണ് ഇൻട്രസ്റ്റ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊന്നും നോക്കാത്തതുകൊണ്ട് തന്നെ ഞാൻ എന്തായാലും അടുത്ത ദിവസം എൻ്റെ ഹസ്ബൻഡ് വരുന്നുണ്ടായിരുന്നു. പിറ്റേ ദിവസം ഒരു കല്യാണം ഉണ്ട്. അപ്പോൾ ഒന്ന് സുന്ദരിയാവാം, ഇത്തിരി ഭംഗിയാവാമെന്ന് വിചാരിച്ചിട്ട് ബ്യൂട്ടി പാർലറിൽ പോയി ഫേഷ്യൽ ചെയ്യുക, ത്രെഡിങ് ചെയ്യുക, അതൊക്കെ ഞാൻ ഭയങ്കര ടൈം കണ്ടെത്താത്ത ഒരാളാണ്, ഭയങ്കര മടിയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ എളുപ്പപ്പണിക്ക് ഒരു ഫേഷ്യൽ കിറ്റ് വീട്ടിൽ മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. 2 മാസം 3 മാസം കൂടുമ്പോഴൊക്കെ ഇങ്ങനത്തെ ചെയ്യുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ ഞാൻ നാച്ചുറൽ ആയിട്ടുള്ളത് തന്നെ എനിക്കിഷ്ടം. പക്ഷെ ഒരു ഗ്ലോ കിട്ടാനായിട്ട് വല്ലപ്പോഴും ഇത് നമുക്കൊരു രസമാണിത് ചെയ്യാനായിട്ട്. അപ്പോൾ ഇതൊരു ഗോൾഡൻ ഫേഷ്യലിൻ്റെ കിറ്റാണ് വാങ്ങിയത്. ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ 5 പാക്കറ്റ് ഇതുപോലെ ഉണ്ടായിരിക്കും. ഓരോ പ്രൊസീജിയറാണ് ആദ്യം വരണേ. ആദ്യം ഒരു ക്ലെൻസർ അവർ കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ ഉള്ളിൽ നന്നായി ക്വാണ്ടിറ്റി ഉണ്ട് കേട്ടോ. 2 പ്രാവശ്യം ഉപയോഗിക്കാനുള്ള സാധനം ഇതിലുണ്ട്. രണ്ടാമത് ഒരു സ്ക്രബാണ് കൊടുത്തിരിക്കുന്നത്. മൂന്നാമതൊരു മസാജ് ക്രീമാണ് കൊടുത്തിരിക്കുന്നത്. ഇത് ഉപയോഗിച്ച് നമ്മളൊരു 10-15 മിനിറ്റ് മസാജ് ചെയ്യണം. നാലാമത് അവർ കൊടുത്തിരിക്കുന്നത് ഒരു മാസ്കാണ്, മഡ് മാസ്ക് എന്ന് പറഞ്ഞിട്ട്. ഇത് അപ്ലൈ ചെയ്ത് ഇതും ഒരു 10 മിനിറ്റ് മുഖത്ത് വെച്ചിരിക്കണം. അഞ്ചാമതായിട്ട് സൺസ്ക്രീൻ. കാരണം സൺസ്ക്രീൻ ഇട്ട് പോയാൽ നമ്മളെ ചെയ്തതിൻ്റെ ഒരു ഗുണം അല്ലെങ്കിൽ പോവും, ആ ഗ്ലോ ഒക്കെ പോവും. ഇനി ഇത് ചെയ്തൊരു 3 ദിവസം കഴിഞ്ഞിട്ടാണ് നമ്മുടെ മുഖത്ത് ഗ്ലോ വരുള്ളൂ. അല്ലാണ്ട് ചെയ്തപ്പോൾ തന്നെ നമ്മൾ ഭയങ്കര ഗ്ലോ പ്രതീക്ഷിക്കേണ്ട. രണ്ടാമതായിട്ട് ഞാൻ വാങ്ങിയത് ഈ സീ സോൾട്ടിൻ്റെ മാനിക്യൂർ പെഡിക്യൂർ കിറ്റാണ് വാങ്ങിയത്. ഇതും നല്ലൊരു സംഗതിയാണ്. നമ്മുടെ കൈയും കാലൊക്കെ നല്ല സോഫ്റ്റായി ഒരു ഇത്തിരി ഗ്ലോ, ഭയങ്കര ഇതാവാനല്ല, ഒരു കെയർ അത്രമാത്രം വിചാരിച്ചാൽ മതി. ഇതിന് 145 രൂപ വരണം. ഇതിലും അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയിൽ സാധനം കൊടുത്തിട്ടുണ്ട്. 2 പ്രാവശ്യം ഉപയോഗിക്കാം. ഈ വിലയ്ക്ക് ഇത് ലാഭമാണ്. നമ്മളൊരു ഫേഷ്യലൊക്കെ ചെയ്യാൻ പോയാൽ ഭയങ്കര ചാർജ് അല്ലേ. ആദ്യം നമ്മുടെ കാല് നേരിയ ചൂടുവെള്ളത്തിൽ ആദ്യം കൊടുത്തിരിക്കുന്ന 1 എഴുതിയിട്ടുള്ള സീ സോൾട്ട് ഇട്ടിട്ട് കാല് മുക്കി വെക്കുക. രണ്ടാമത് അവരതിൽ കൊടുത്തിരിക്കുന്നത് ഒരു ക്യൂട്ടിക്കിൾ ക്രീമാണ്. ആ ക്രീം അപ്ലൈ ചെയ്തിട്ട് നമ്മുടെ നഖത്തുമുള്ള ക്യൂട്ടിക്കിൾസ് റിമൂവ് ചെയ്യുക. മൂന്നാമതായിട്ടൊരു സ്ക്രബാണ് കൊടുത്തിരിക്കുന്നത്. നാലാമതായിട്ട് അവർ കൊടുത്തിരിക്കുന്നത് ഒരു മസാജ് ക്രീമാണ്, കാലിനും കൈയിനും ആയിട്ടുള്ളത്. ലാസ്റ്റായിട്ട് ഒരു മാസ്ക്, മഡ് മാസ്ക് എന്ന് പറഞ്ഞിട്ട് അത് അപ്ലൈ ചെയ്ത് ഒരു 10 മിനിറ്റ് വയ്ക്കുക. എന്തായാലും ഇന്ന് ഇതൊക്കെ ട്രൈ ചെയ്തപ്പോൾ ഞാൻ വിചാരിച്ചു എന്തെങ്കിലും ആവട്ടെ, ഒരു കാര്യം ഞാൻ വിചാരിച്ചൊന്ന് ചെയ്ത് തീർത്തല്ലോ എന്നുള്ളൊരു സന്തോഷം ഉണ്ടായിരുന്നു. അന്നത്തെ ദിവസം ഒരു പാർസൽ വന്നത് ഇത് ഞാൻ വാങ്ങിയതാണ് കേട്ടോ. ഇത് നമ്മുടെ കളിക്കുന്ന കുട്ടികളുടെ മുറിയിലൊരു അലമാര വെച്ചിട്ട് പല പല കളറിൽ, അതേപോലത്തെ തന്നെ ഒരെണ്ണം കൂടി ഞാൻ വാങ്ങി. കാരണം അതിൽ ഞാൻ കുട്ടികളെ വീട്ടിലുള്ള ഡ്രസ്സുകളെ വെച്ചിരുന്നത്. ഇത് പറഞ്ഞാൽ അവരെ പുറത്തേക്ക് ഇടുന്ന ടീഷർട്ട്സും അങ്ങനത്തെയൊക്കെ വെക്കാൻ വാങ്ങിയതാണ്. ഇതാണെങ്കിൽ ഇപ്പോൾ ഞാൻ ആമസോണിൽ നല്ല ഡിസ്കൗണ്ടിന് കണ്ടു. അത് ഞാൻ കടയിൽ നിന്ന്, ഇവിടെ നാട്ടിൽ നിന്ന് വാങ്ങിയതിന് 2000-ൽ വിലയുണ്ടായിരുന്നു. പക്ഷെ ഇത് ആമസോണിൽ 1000 രൂപയ്ക്കാണ് ഈ സാധനം ഞാൻ വാങ്ങിയത്. 800 രൂപയ്ക്ക് അടക്കം നമ്മുടെ വീട്ടമ്മയ്ക്ക് ഒരു കൂട്ടുകാരി എന്നുള്ള ചാനലിലെ ബിനിച്ചേച്ചി വാങ്ങിയിട്ട് കണ്ടു. സെയിം ടു സെയിം ഞാൻ വാങ്ങിയതിൻ്റെ അതേപോലെ തന്നെയാണ് ഇത്. വലിപ്പും ഹൈറ്റും ഒക്കെ സെയിം ടു സെയിം ആണ്. പക്ഷെ എന്തുകൊണ്ടാണ് ഇത്ര വില സാധാരണ ഒരു കടയിൽ നിന്ന് വാങ്ങിയപ്പോൾ വന്നതെന്ന് എനിക്കറിയില്ല. അത് ഞാൻ അസംബിൾ ചെയ്ത് അതും കൂടി ഒന്ന് ഫിക്സ് ചെയ്ത് വെച്ചു. കാരണം മക്കളുടെ റൂമിൽ അലമാരയായിട്ടൊന്നുമില്ല, ജസ്റ്റ് ഷെൽഫ്
ഷെൽഫ് ഒരെണ്ണമുള്ളൂ. അപ്പോൾ അവരുടെ ബുക്സും ഒക്കെ കൂടി വെച്ച് വരുമ്പോൾ പിള്ളേരും വലുതായി തുടങ്ങുമ്പോൾ അവരുടെ ഡ്രസ്സൊക്കെ ഉള്ളതുകൊണ്ട് സ്പേസ് കുറവായതുകൊണ്ടാണ് ഇങ്ങനെ ഒരു സംഗതി വാങ്ങിയത്. നല്ല യൂസ്ഫുൾ ആണ് ഈ സംഭവം. ഒരു പ്രാവശ്യം വാങ്ങിയാലും നല്ല അത്യാവശ്യം നന്നായി ലാസ്റ്റ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ പഴയത് 2 വർഷത്തോളമായി ഞാൻ ഉപയോഗിക്കുന്നു. അപ്പോൾ അത് അസംബിൾ ചെയ്യലായിരുന്നു പിന്നെ ഒരു പ്രത്യേകമായിട്ട് അന്ന് ചെയ്ത കാര്യം. പിന്നെ അന്ന് എനിക്ക് റിവ്യൂവിനായിട്ട് വന്നൊരു പ്രൊഡക്റ്റാണ് മാമേർത്തിൻ്റെ കുട്ടികളുടെ ബേബി ക്ലോത്ത്സ് ഒക്കെ അലക്കാനുള്ള ഒരു ഡിറ്റർജൻറ്റ്. അതെനിക്ക് നന്നായിട്ട് തോന്നി. കാരണം നമ്മൾ ഉപയോഗിക്കുന്ന വാഷിംഗ് പൗഡറിനേലും വളരെ ലൈറ്റാണ് കുട്ടികൾക്ക് പറ്റുന്നത് മോഡൽ. അതിന് റിവ്യൂ വഴിയേ ഞാൻ പറയാം യൂസ് ചെയ്ത ശേഷം കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് അന്നത്തെ ദിവസം ഉണ്ടായ പ്രത്യേക കാഴ്ചകൾ. പിറ്റത്തെ ദിവസമാണ് എൻ്റെ ചേട്ടൻ വരണേ. അപ്പോൾ അതിന്ന് എനിക്ക് കുറേ പണികൾ ചെയ്ത് തീർക്കാനുണ്ട്. മെയിനായിട്ടും പുതപ്പുകളൊക്കെ ഒന്ന് അലക്കിയിടാന്ന് വിചാരിച്ചിട്ട് ഞാൻ അലക്കിയിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ അലക്കിയത് മാറ്റിയിട്ടാണ്. കുറേ തുണികൾ അലക്കിയിട്ടത് മടക്കി വെക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പെൻഡിങ് ആയിട്ട്. യൂണിഫോം അങ്ങനത്തെ സാധനങ്ങൾ അതൊക്കെ മടക്കി വെച്ചു. അതോടൊപ്പം തന്നെ വീടൊക്കെ ഒന്ന് ഒതുക്കി പറക്കി ക്ലീൻ ചെയ്തിടാണ്. കാരണം ഈ ഒരാഴ്ച ഫുള്ളി ബിസി ആവുമെന്ന് എനിക്കറിയാം. ഈ ഒരാഴ്ച എനിക്ക് പിന്നെ ഇനി ഒതുക്കാനും പറ്റില്ല. കാരണം ചേട്ടൻ വന്ന് പിറ്റേ ദിവസം ഒരു കല്യാണം ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ നേരത്തെ കൂടെ ഒന്ന് പ്ലാൻ ചെയ്ത് ഒതുക്കിയിടാണ്. ഒരു കാര്യമില്ല. ഒതുക്കി കഴിഞ്ഞിട്ട് ഞാൻ ലാസ്റ്റ് വീടിൻ്റെ അവസ്ഥ കാണിച്ചാൽ ഇപ്പോഴത്തെ അവസ്ഥ. കാരണം കണ്ടാൽ എനിക്ക് സങ്കടം വരും അത് ഒതുക്കേണ്ടത് ആലോചിച്ചിട്ട്. അപ്പോൾ ഞാൻ വേഗം തന്നെ ഇനി ക്ലീനിങ് ചെയ്യട്ടെ. അപ്പോൾ നമ്മുടെ ഒതുക്കൽ പരിപാടികളൊക്കെ കഴിഞ്ഞു. ചേട്ടനാണെങ്കിൽ റെഡ് കളറാണ് ഇഷ്ടം. അതുകൊണ്ട് അന്നത്തെ നമ്മുടെ ക്രിസ്മസിൻ്റെ റെഡ് കളർ ബെഡ്ഷീറ്റൊക്കെ വിരിച്ച് വെച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും ഇനി കുറച്ച് പാചക പരിപാടികളാണ്. അത് മുഴുവൻ ഞാൻ ഷൂട്ട് ചെയ്തില്ല. കാരണം നല്ല തിരക്കാണ്. ഷൂട്ടിങ്ങും കൂടിയൊക്കെ ചെയ്യാൻ തന്നാൽ നേരം പോവും. അപ്പോൾ കുറച്ച് ഐറ്റംസ് ചേട്ടന് ഇഷ്ടപ്പെട്ട കുറച്ച് ഐറ്റംസൊക്കെ ഉണ്ടാക്കി വെച്ചു. അന്ന് വൈകുന്നേരമാണ് ചേട്ടൻ വന്നത്. അപ്പോൾ അന്ന് പിന്നെ ഞങ്ങൾ പോയി കൊണ്ടുവന്നു. ചേട്ടൻ വന്നു. അത് കഴിഞ്ഞതേ നമ്മുടെ പെട്ടിയൊക്കെ അൺബോക്സ് ചെയ്തു തലേദിവസം വൈകുന്നേരം തന്നെ. അപ്പോൾ പെട്ടിയിൽ അങ്ങനെ കാര്യമായിട്ട് സാധനങ്ങൾ എന്ന് വെച്ചാൽ കുറച്ച് ഐറ്റംസൊക്കെ വീട്ടിലേക്ക് കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഒരു സ്പെഷ്യലായിട്ട് കണ്ടത് ഈ ഒരു കസാരയാണ്. ഈ ഒരു കസാര നമുക്ക് യാത്രയൊക്കെ പോകുമ്പോൾ വെക്കാട്ടാ. ഇങ്ങനെ നമ്മൾ വല്ലയിടത്തൊക്കെ ഇറങ്ങിയിരുന്ന് ഫുഡ് കഴിക്കണമെങ്കിൽ ഇങ്ങനത്തെ ചെയർ 2 കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ മോഡൽ വേറെ ചെറുതും വീട്ടിലുണ്ട്. പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ ഞങ്ങൾ അവിടെ ആയിരുന്ന സമയത്ത് ഒരു 5 വർഷത്തോളം ഞാൻ അവിടെ ഷാർജയിൽ ഉണ്ടായിരുന്നു. അപ്പോൾ അന്ന് ഉണ്ടായിരുന്ന കുറച്ച് പാത്രങ്ങൾ സാധനങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു കൊണ്ടുവന്നു. പിന്നെ കുറച്ച് കാക്കിരി വിക്കിരി സാധനങ്ങളൊക്കെ അതൊക്കെ തന്നെയായിരുന്നു പെട്ടിയിലുണ്ടായിരുന്നത്. സ്പെഷ്യലായിട്ട് കൊണ്ടുവന്ന ഐറ്റംസ് ഞാൻ കാണിച്ചു തരാം. ഒരു കുഞ്ഞു കുഞ്ഞു ഗിഫ്റ്റ്സ് കുട്ടികൾക്കും അപ്പച്ചനമ്മച്ചിക്ക് എനിക്കൊക്കെ കൊണ്ടുവന്ന അത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾ ചോദിക്കുമല്ലോ ചേട്ടൻ എന്താ ഒന്നും കൊണ്ടുവന്നില്ലേ. പിന്നെ മിഠായിയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ കുറച്ചീശേ കൊണ്ടുവരാറുള്ളൂ. കാരണം പിള്ളേർ വെറുതെ ഇത് തിന്നതാവണ്ട വെച്ചിട്ട് ഞാൻ തന്നെ പറയും കൊണ്ടുവരണ്ടെന്ന്. അതുകൊണ്ട് കുറച്ച് പേരുണ്ട് ചേട്ടനോട് പറഞ്ഞിട്ട് കൊണ്ടിരിക്കാറുള്ളൂ. അപ്പോൾ ഇതാണ് എനിക്ക് ചേട്ടൻ കൊണ്ടുവന്നത് ഒരു വാച്ച്. കാരണം എൻ്റെ വാച്ച് മുമ്പത്തെ ചീത്തയായി. അപ്പോൾ ഒരു വാച്ച് അതിൻ്റെ ഉള്ള കല്ലുകളൊക്കെ ഇങ്ങനെ അനങ്ങൂട്ടാം. പിന്നെ ഒരു ക്ലിപ്പും. അപ്പോൾ അത്രയുള്ളൂ. ഇതാണ് എനിക്ക് കൊണ്ടുവന്ന ഗിഫ്റ്റ്. എനിക്ക് അങ്ങനെ ഉള്ളത് എന്തെങ്കിലും നല്ലൊരു ഐറ്റം വരണം എന്തെങ്കിലും മതി, ഇല്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. പിന്നെ ഇത് പിള്ളേർക്ക് കൊണ്ടുവന്നതാണ്. ഒരു തരം സ്ലിപ്പർ വീട്ടിലിടുന്ന മോഡൽ ചെരുപ്പാണിത്. പിന്നെ അവർക്ക് ഇതേ ഒരു ടോയ് ഒരു കളിക്കുന്ന ബ്ലോക്സിൻ്റെ ടോയ് എത്ര ചേട്ടനോട് കൊണ്ടുവരണ്ടെന്ന് പറഞ്ഞാലും കൊണ്ടുവരും. കാരണം അവർക്ക് വേറെ ബോക്സ് തുറക്കുമ്പോൾ എന്തെങ്കിലും അവർക്ക് ഇഷ്ടപ്പെട്ടത് കാണണ്ടേന്ന് വെച്ചിട്ട് അതെന്നെ കൊണ്ടുവരും. പിന്നെ അപ്പച്ചനമ്മച്ചിക്കും ഒരു കപ്പിൾ വാച്ച്, അതായത് സെയിം ടു സെയിം എന്താ പറയുക ഭാര്യയ്ക്കും ഭർത്താവിനും ഒരുപോലെ ഇടാൻ പറ്റുന്ന മോഡലാണ് ഈ കപ്പിൾ വാച്ച് എന്ന് പറയുന്നത്. നല്ല രസമല്ലേ. പിറ്റത്തെ ദിവസത്തെ വിശേഷങ്ങൾ ഇനി പറയാം. അപ്പോൾ പിറ്റത്തെ ദിവസം എനിക്കൊരു കല്യാണം ഉണ്ടായിരുന്നത് ഇടുക്കിയിലായിരുന്നു. അപ്പോൾ രാവിലെ ഒരു 5 മണിയായി എഴുന്നേറ്റൊക്കെ റെഡിയായി. 6 മണിക്ക് വണ്ടി വന്നു. ഇടുക്കിയിലേക്ക് ഞാൻ ആദ്യമായിട്ട് പോകണം. ഇത്രയധികം വഴി ഞങ്ങളുടെ അവിടെ ഉണ്ടെന്ന് അറിഞ്ഞില്ല. ഒരു 5 മണിക്കൂറോളം യാത്ര ഉണ്ടായിരുന്നു. വയ്യാണ്ടായി സത്യം പറയാമല്ലോ. ആരെങ്കിലും നമ്മുടെ ചാനലിലെ സബ്സ്ക്രൈബേഴ്സായിട്ട് ഇടുക്കി എന്നുള്ളവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ പറയാട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി പക്ഷേ സ്ഥലം. കാരണം നല്ലൊരു ക്ലൈമറ്റും ഒരു ഹൈ റേഞ്ച് ഏരിയ പോലെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു സ്ഥലം. ഞാൻ ആദ്യമായിട്ടാണ് പോകുന്നത്. വേറെ അങ്ങനെ കാഴ്ചകളൊന്നും അവിടുത്തെ കാണാൻ പറ്റിയില്ല. അവിടുത്തെ സ്പെഷ്യൽ സ്ഥലങ്ങളൊക്കെ കാണാനൊന്നും പറ്റിയില്ലെങ്കിലും അവിടെ ചെന്നപ്പോൾ തന്നെ മനസ്സിലായി നല്ല മനോഹരമായ സ്ഥലമാണെന്ന്. ഇനിയും എനിക്ക് അവിടുത്തെ സ്ഥലങ്ങളൊക്കെ യാത്ര പോയി കാണണമെന്നുണ്ട്. പക്ഷെ നല്ല വഴിയുണ്ട്. അപ്പോൾ എന്തായാലും കല്യാണത്തിനൊക്കെ പോയി നല്ല മനോഹരമായ യാത്രയായിരുന്നു. അപ്പോൾ അന്നത്തെ ദിവസം ഫുൾ ഡേ ആ കല്യാണത്തിനായിട്ട് തന്നെ പോയി. കാരണം രാവിലെ 6 മണി തൊട്ട് വൈകുന്നേരം 11 മണിയായിട്ടാണ് വീട്ടിലെത്തിയത്. പിന്നെ നിങ്ങൾക്ക് ആലോചിച്ചാൽ അറിയാമല്ലോ. പിറ്റത്തെ ദിവസം പെരുന്നാളുകളുടെ ഒരു ദിവസമായിരുന്നു. കാരണം എന്തെന്ന് വെച്ചാൽ നമ്മുടെ മറ്റം പെരുന്നാളുണ്ടായിരുന്നു ഹസ്ബൻഡിൻ്റെ ബ്രദറിൻ്റെ.
വൈഫിൻ്റെ വീട്ടിൽ. അപ്പോൾ അങ്ങോട്ട് പോയി അവിടെ പെരുന്നാളൊക്കെ കൂടി ഭക്ഷണമൊക്കെ കഴിച്ച് നേരെ നമ്മുടെ ഇരിഞ്ഞാലക്കുട പെരുന്നാൾ കൂടാനായിട്ടാണ് വന്നത്. അപ്പോൾ ഇരിഞ്ഞാലക്കുട പെരുന്നാൾ എന്ന് വെച്ചാൽ ഭയങ്കര ഫേമസ് ആണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. നല്ല അടിപൊളി വെടിക്കെട്ട്, ലൈറ്റിങ്, പ്രദർശനം അതൊക്കെ കാണാനായിട്ട് ഭയങ്കര രസമാണ്. അപ്പോൾ പള്ളിയിൽ ലൈറ്റിംഗ് ആണ് ഇങ്ങനെയായിരുന്നു ഈ പ്രാവശ്യത്തെ. പിന്നെ പ്രദക്ഷിണം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, കുടകളൊക്കെ ആയിട്ട് അങ്ങനെയൊക്കെ പോകുന്ന ഒരു കാഴ്ച. അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ അത് ഷെയർ ചെയ്യണേട്ടോ. കണ്ട നല്ല രസമാണ് അത് കാണാനായിട്ട്. നമ്മൾ ഹൈറ്റിൽ മുകളിലൊരു ബിൽഡിങ്ങിൽ നിന്നിട്ടാണ് ഇതൊക്കെ കണ്ടത് കേട്ടോ. അങ്ങനെ കാണാനേ പറ്റുള്ളൂ, അത്രയും തിരക്കാണ് കാണാനായിട്ട്. അപ്പം ഞങ്ങൾ നിന്നിരുന്നതിൻ്റെ ബാക്കിൽ ആയിട്ടാണ് അവർ ബജി അങ്ങനത്തെ കോളിഫ്ലവർ ഫ്രൈ ചെയ്തതിൻ്റെ ഒക്കെ ഉണ്ടാക്കുന്ന ഷോപ്പ് അതിൻ്റെ ബാക്കിലായിരുന്നു കേട്ടോ. അപ്പോൾ അവരവിടെ കുക്കിംഗ് ചെയ്യണതൊക്കെ നമുക്ക് കാണാം. എന്തോരം കോളിഫ്ലവർ അതുപോലെ മുട്ട ബജി, പിന്നെ കായ ബജി, മുളക് ബജി ഇതൊക്കെ വിൽക്കണ ഷോപ്പ് ഉണ്ടല്ലോ, അതിൻ്റെ ബാക്കിൽ എന്തൊക്കെ നടക്കണേന്നുള്ള കാഴ്ചകൾ നോക്കി നിൽക്കലായിരുന്നു പിന്നത്തെ ഒരു പണി. കാരണം കുറേ നേരം വെയിറ്റ് ചെയ്തു വെടിക്കെട്ട് കാണാനായിട്ട്. ഒരു 8 മണിയായി തുടങ്ങിയപ്പോൾ. നമ്മൾ 7 മണിക്ക് പോയി അവിടെ ടോപ്പിൽ നിൽക്കണതാണ്. അപ്പോൾ നമുക്കിനി വെടിക്കെട്ട് കുറച്ച് ഭാഗങ്ങൾ ഞാൻ പിടിച്ചിട്ടുണ്ട്. നല്ല അടിപൊളി വെടിക്കെട്ടായിരുന്നു. പിന്നെ അമിട്ട് പൊട്ടിയതാണ് ഞാൻ ഷൂട്ട് ചെയ്തുള്ള കാരണം ഭയങ്കര ശബ്ദം, ഷൂട്ട് ചെയ്യാനൊക്കെ പേടിയാവും നമുക്ക്. അപ്പോൾ നമ്മൾ ആ ബിൽഡിങ്ങിൻ്റെ താഴേക്ക് ഇറങ്ങിയിട്ട് നമ്മൾ പള്ളിയിൽ പോയി നേർച്ചയൊക്കെ ഇടണം. പിന്നെ പള്ളിയിലെ ലൈറ്റ് ഡെക്കറേഷനൊക്കെ കാണണ്ടേ. പിന്നെ നമ്മൾ ബജി ഇതൊക്കെ കഴിക്കണം. അങ്ങനെയൊക്കെ ആയിട്ട് നമ്മൾ നടക്കുകയാണ് അവിടുന്ന്. അപ്പോൾ ഈ വീട്ടുകാർക്കാട്ടോ അവർക്കാണ് പിണ്ടി മത്സരത്തിന് ഫസ്റ്റും സെക്കൻഡും കിട്ടിയത്. അതായത് ഏറ്റവും ഹൈറ്റുള്ള പിണ്ടിക്കുള്ള പ്രൈസ് കിട്ടുക. അപ്പോൾ ഇത് ഈ വീട് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. നമ്മുടെ ചാമ്പ്യൻ എന്ന് പറഞ്ഞിട്ടുള്ള പടക്കങ്ങളും അങ്ങനത്തെ കമ്പിത്തിരി കുത്തിരി എന്നൊക്കെയാണ് ഉള്ളത് വലിയൊരു ഷോപ്പ് തന്നെ അവിടെ ഉണ്ട്. അപ്പോൾ അവർക്കാണ് ഫസ്റ്റും സെക്കൻഡും പ്രൈസ് കിട്ടിയത്. ആ ട്രോഫി അവിടെ അവരതിൻ്റെ അടുത്ത് തന്നെ അങ്ങനെ വെച്ചിട്ടുണ്ട് കണ്ട. പിന്നെ നല്ല അടിപൊളി ലൈറ്റിംഗ് ആയിട്ടുണ്ട് കേട്ടോ. ഓരോ വീട്ടിലും സൂപ്പർ ലൈറ്റിംഗ്, വെറൈറ്റി കളേഴ്സൊക്കെ ആയിട്ട് എന്ത് ബഹളമാണ്. കഴിഞ്ഞ വർഷം ഇത്രയ്ക്കൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം പ്രളയമായിരുന്നുകൊണ്ട് തന്നെ ആഘോഷങ്ങൾ ഒട്ടും തന്നെ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഭയങ്കര കുറവായിരുന്നു സെലിബ്രേഷൻസ്. പക്ഷേ ഈ വർഷം വീണ്ടും പഴയ പോലെ തന്നെ പെരുന്നാളൊക്കെ നല്ല ആഘോഷമായിട്ട് തന്നെ ഉണ്ട്. അപ്പോൾ നമ്മളിത് നേർച്ചയിടാനായിട്ട് ലൈനിൽ നിൽക്കുകയാണ് കേട്ടോ. നല്ല ലൈനുണ്ട്. അപ്പോൾ നമ്മളിനി അതൊക്കെ കാണിച്ചു തരാം. അപ്പോൾ വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ തിരുനാളാണ് നമ്മൾ പിണ്ടിപ്പെരുന്നാൾ എന്നുകൊണ്ട് ആഘോഷിക്കുന്നത്. നമ്മുടെ പള്ളിയിലൊക്കെ ഉണ്ട്, പല പള്ളികളിൽ അങ്ങനെ. അപ്പോൾ നമ്മളൊക്കെ അത് കഴിഞ്ഞ് പള്ളിയിലൊക്കെ പോയി ഒന്ന് പ്രാർത്ഥിച്ച് നല്ല ഭംഗിയുണ്ടായിരുന്നു ഫ്ലവർ ഡെക്കറേഷനൊക്കെ കാണാനായിട്ട് കേട്ടോ. അപ്പോൾ അവിടെ കയറിയൊക്കെ ഒന്ന് പ്രാർത്ഥിച്ച് അത് കഴിഞ്ഞ് നമ്മൾ ഇറങ്ങിയിട്ട് ഇനി നമ്മൾ ലൈറ്റിംഗ് ഒക്കെ ഞാൻ പള്ളിയിൽ ചെയ്തൊന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇത് പള്ളിയല്ല കേട്ടോ, അതിന് ഓപ്പോസിറ്റിൽ അവരവിടെ ചെയ്തിരിക്കുന്ന ഒരു ലൈറ്റ് ഡെക്കറേഷനാണ് അത് കാണുന്നത്. അപ്പോൾ ഇതാണ് പള്ളിയിലത്തെ ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട്. ഞാൻ ആദ്യം ഒരു ക്ലിപ്പിംഗ് ചെറുതായിട്ട് കാണിച്ചിരുന്നു. അപ്പോൾ നല്ല ഭംഗിയായിട്ടുണ്ട് ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ. ഇനിയാണ് നമ്മുടെ മെയിൻ പരിപാടി. ഇവിടെ കുലുക്കി സർവത്തൊക്കെ കൊടുക്കുന്നുണ്ട്. പക്ഷെ എനിക്ക് എന്തോ അത് ഒരു വട്ടം ഞാൻ കഴിച്ചിട്ട് വലിയ ഇൻട്രസ്റ്റ് ഒന്നും തോന്നിയില്ല. അപ്പോൾ നമ്മൾ കരിമ്പിൻ ജ്യൂസാണ് കുടിക്കണേ. പിന്നെ നമ്മളവിടെ നിന്ന് കായ ബജി അല്ല മുളക് ബജി, പിന്നെ മുട്ട ബജി, പിന്നെ എന്താണ് സംഭവം കോളിഫ്ലവർ ഫ്രൈ, അതൊക്കെയാണല്ലോ മെയിനായിട്ട് ആ ഷോപ്പുകളിൽ ഉണ്ടാവുക. അതൊക്കെ വാങ്ങി ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ പെരുന്നാൾ ആഘോഷിക്കുമ്പോൾ അവിടെ നിന്ന് ഇതൊക്കെ ക്രിസ്പി ആയിട്ട് അപ്പോൾ തന്നെ കിട്ടി കഴിക്കാമെന്നൊക്കെ പറയുന്നത് ഒരു രസമുള്ള കാര്യമല്ലേ. അപ്പോൾ അതൊക്കെ കണ്ട് നമ്മൾ അവിടെ നിന്ന് പതുക്കെ നടന്ന് നീങ്ങി. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ അവിടുത്തെ ആഘോഷങ്ങളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ വീട്ടിലേക്ക് പോകുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഞങ്ങൾ ആദ്യം മറ്റം പെരുന്നാൾ കാണാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടേക്ക് പോയപ്പോൾ വാങ്ങിയ കുറേ കമ്പത്തിനും സാധനങ്ങളൊക്കെ മക്കളൊക്കെ കൂടി കത്തിക്കൽ ബഹളമൊക്കെ ആയിരുന്നു അന്നത്തെ ദിവസത്തെ. അങ്ങനെ ഊണൊക്കെ കഴിച്ച് അവസാനിച്ചു. അപ്പോൾ പിറ്റത്തെ ദിവസമായിരുന്നു. ഇങ്ങനെയാണ് കാഴ്ച. അത് വീട്ടിൽ ഫുൾ വലിച്ചു വാരി എടുക്കാണ്ട് ഈ ഒരാഴ്ചത്തെ ഞാൻ പറഞ്ഞില്ല ആഴ്ച ആവണുള്ളൂ. അപ്പോൾ ഇക്കത്തെയും വലിച്ചു വാരിയിട്ടത് ഒതുക്കാനുള്ളത് മുറിയിൽ, അതുപോലെ തന്നെ ഹോളും ഡൈനിങ് റൂം മാത്രം ഞാൻ പിന്നെ ഒതുക്കിയിടും എപ്പോഴും. കാരണം വല്ലവരും കയറി വന്നാൽ കണ്ട് എന്ത് വിചാരിച്ചിട്ട് ബാക്കി റൂമുകളൊക്കെ കണക്കാണ്. മക്കളുടെ റൂമിൻ്റെ ഉള്ളിലാണ് ചേട്ടൻ കൊണ്ട് പെട്ടി കൊണ്ടിട്ടിരിക്കുന്നത്. ഇനി ഇതൊക്കെ ഒതുക്കണം. ഒരു ലോഡ് തുണികൾ അലക്കാൻ കിടക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇടയിലൊക്കെ വീഡിയോ പിടിക്കാമെന്ന് വെച്ചാൽ എന്താണ് ഞാൻ ഡേ ഇൻ മൈ ലൈഫ് കാണിച്ച് പിടിക്കുക. കാരണം അത്രയും തിരക്കാണ്. ഇനി വരുന്ന ആഴ്ചയും പിന്നെയും തിരക്കായി. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വീഡിയോസ് അധികം പോസ്റ്റ് ചെയ്യാത്തത്. കുറേ പേര് ചോദിക്കുന്നുണ്ട് എന്താ ചേച്ചി വീഡിയോ പോസ്റ്റ് ചെയ്യാത്തതെന്ന്. ഇങ്ങനത്തെ ഒരു ബിസി സ്കെഡ്യൂളിൽ എങ്ങനെയാണെന്ന് സമാധാനമായിട്ട് പോസ്റ്റ് ചെയ്യാമെന്ന് ഓർത്തിട്ടാണ്. അപ്പോൾ ഇതൊക്കെയാണ് മെയിനായിട്ടും ഇന്നത്തെ വിശേഷങ്ങളും അതുപോലെ ഇന്നത്തെ അല്ല ഈ ഒരാഴ്ചത്തെ എൻ്റെ വിശേഷങ്ങൾ കടന്നുപോയത്. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ എൻ്റെ ഈ ആഴ്ച ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇതുപോലത്തെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മറക്കാതെ കമൻറ്റ് ബോക്സിൽ പറയുക. കുഞ്ഞു ഇതുപോലെ വിശേഷങ്ങളൊക്കെ ക്ലബ് ചെയ്ത് ഒരാഴ്ചത്തെ വീഡിയോ ആയിട്ട് ഞാൻ എങ്ങനെയെങ്കിലും പോസ്റ്റ് ചെയ്യാം. അപ്പോൾ വഴിയേ ഞാൻ പറഞ്ഞ പ്രൊഡക്ട്സിൻ്റെയൊക്കെ റിവ്യൂസൊക്കെ സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ കണ്ടു നോക്കാം. അതോടൊപ്പം തന്നെ ഡേ ഇൻ മൈ ലൈഫും പിണ്ടി പെരുന്നാളുടെ വ്ളോഗും ഇതൊക്കെ നമുക്ക് വഴിയേ
എന്തായാലും പോസ്റ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ എന്തായാലും പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ നാളെ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ അതുവരെയ്ക്കും നിങ്ങളുടെ എല്ലാവരോടും ബൈ ബൈ.